500 മീറ്റർ വയർ ഇവിടെ പോയി എന്നുള്ളത് ആ കാണുന്ന സംഭവമാണ് കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നീളമുള്ള ടവർ. അപ്പൊ ഈ ലാൻഡ്മാർക്കിന്റെ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് പുറത്തുള്ള ആൾക്കാരോട് ഇവരെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? 100% വർക്ക് ഇവർക്ക് കൊടുക്കും. അപ്പൊ ഇതിലേക്ക് കസ്റ്റം ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ കയറി ഈ ടവറും അടുത്ത ടവറും അടുത്തടുത്ത നിൽക്കുന്നത്. അപ്പൊ ഈ ടവർമെന്ന് ആ ടവറിന്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 50 വർഷമായിട്ട് ഇവിടെ ഈ ഹോട്ടൽ ഉണ്ട്. അപ്പൊ ഇവിടെ ഇതുവരെ വാട്ടർ ലെവൽ കൺട്രോൾ സിസ്റ്റോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പൊ അതിനുള്ള ഭാഗ്യം നമുക്കാണ് കിട്ടിയത്. ഇതാ ഈ സെൻസർ എല്ലാം വെള്ളത്തിൽ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ ഓഫ് ആവും. സാധാരണ സിസ്റ്റത്തിലൊക്കെ എങ്ങനെ ഒരു ഫ്യൂസ് സിസ്റ്റം ഉണ്ടാവില്ല. 50 രൂപയ്ക്ക് എങ്ങനെ ഒരു വാട്ടർ ലെവൽ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാനുള്ള വീഡിയോ യൂട്യൂബിലുണ്ട്. നമ്മളെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് നേരെ ഹൈലൈറ്റ് ആൻഡ് ലാൻഡ്മാർക്ക് ചങ്ങായിമാരെ ഒരു കിടിലം വെറൈറ്റി കണ്ടന്റ് ആണ്. കണ്ടിരിക്കാൻ നഷ്ടം വരാനായിട്ട് ഒന്നുമില്ല. നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു ട്രബിൾ ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിമുറി കയറി കുളിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ കൂടെ സോപ്പൊക്കെ തേച്ചിട്ട് ടാപ്പ് തിരിച്ചു നോക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവില്ല. ടാപ്പ് തിരിച്ചിട്ട് വെള്ളം വരാത്തതിന്റെ മെയിൻ ട്രബിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ വെള്ളം ഇല്ലാത്തവരാണ്. അപ്പം മോട്ടർ അടിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല, കറണ്ട് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പല ആൾക്കാരും ഈ ഒരു ട്രബിൾ നേരിടലുണ്ട്. അപ്പൊ ഇതിനൊക്കെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതിന്റെ പേരാണ് വാട്ടർ ലെവൽ കൺട്രോളർ. സെറ്റ് സാധനല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിട്ട് നമ്മൾ ചങ്കാളായിട്ടുള്ള റാഷിദും ജാബിർക്കും ഇവിടെ സെറ്റാണ്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് വെച്ചിട്ടാണെങ്കിൽ കോഴിക്കോട് നടക്കാവുള്ള പൾമേര റെസിഡൻസിയിലാണ്. കൂടുതൽ കുറെ കാര്യം പറയാൻ കിട്ടോ. കാരണം ഇതിന്റെ വർക്കിനെ കുറിച്ച് ഫുള്ളായില്ലാതെ പറഞ്ഞു. ഓക്കെ ഹിൽസാൽ എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഹിൽസാൽ സെറ്റ്. ഇതിപ്പോ ഒരു റെസിഡൻസി ആണ്. ഇപ്പൊ നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടിന്, ഒരു സിംഗിൾ വീടിനൊക്കെ ഇതേപോലത്തെ ഒരു സാധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാല് നിങ്ങൾ ആൾക്കാരെ നോക്കിയിട്ടാണോ അതോ അവിടുത്തെ മോട്ടർ? അല്ല, നമ്മൾ അവിടുത്തെ ഒരു കപ്പാസിറ്റി, ടാങ്കിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇപ്പൊ സാധാരണ ഒരു വീട്ടിലേക്ക് സിംഗിൾ ഫേസ് മോട്ടറിന് ഒരു എക്കോണമി മോഡലാണിത്. പിന്നെ ചെറുതും അതേപോലെ തന്നെ ഫ്ലാറ്റ് ഒക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കസ്റ്റം ചെയ്യുക. അല്ല, അതിന് വേറെ പ്രൊഡക്റ്റ് ഉണ്ട്. റെഡിമെയ്ഡ് പ്രൊഡക്ട്സ് തന്നെ വേറെ ഉണ്ട്. സ്റ്റാർട്ടർ ടൈപ്പ് മോട്ടറിന് കൊടുക്കാനുള്ളതും കോയിൽ കിണറിന് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അത് കഴിഞ്ഞ് വേറൊരു അടുത്ത സ്റ്റേജ് വരെയാണ് വലിയ മോട്ടർ, ഹെവി മോട്ടറൊക്കെ വരുമ്പോ ഫ്ലാറ്റുകളിലേക്ക് വരുമ്പോ ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് വേറെ ചെയ്യും ചെയ്യും. ഞങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതിനൊക്കെ ഉണ്ട്. ഇതിപ്പോ ഒരു ഫ്ലാറ്റിലോ വീട്ടിലോ വെക്കുകയാണെങ്കിൽ അവിടെ വെക്കണോണ്ട് ആ വ്യക്തിക്ക് ഇതിന് എന്ത് ഉപകാരങ്ങൾ ഇട്ടാളേ? ഒന്നാമത് വെള്ളം നിറഞ്ഞ് ചിന്തി വേസ്റ്റ് ആയി പോയില്ല. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയിക്കോളും. അതെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേസിൽ 4 സെന്റ് 3 സെന്റിലേക്കാണ് വീട് അടുപ്പിച്ചൊക്കെ വരുന്നത്. അപ്പൊ അയലക്കത്തേക്ക് വെള്ളം ചെന്നുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇതിനോട് പരിഹരിക്കാൻ പറ്റും. രണ്ടാമത് വേസ്റ്റ് ആവില്ല. രണ്ടാമത് നമുക്ക് കറണ്ട് ബില്ലിൽ ലാഭമുണ്ട്. കാരണം വെള്ളം ചിന്തിയിട്ട് കറണ്ടും ചെലവാകുവാണ്, മോട്ടോർ ഒരുപാട് സമയം ഓടിപ്പോ. അങ്ങനെ ഉണ്ട് സമയം. പിന്നെ ചില സ്ഥലങ്ങളിൽ കിണറിൽ വെള്ളം പറ്റും, വെള്ളം ഇല്ലാതെ ഓടിയിട്ട് മോട്ടോർ കത്തിപ്പോകും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വോൾട്ടേജ് കുറയുന്ന സമയത്തോ കൂടുന്ന സമയത്തോ മോട്ടോർ ഓണാൻ പാടില്ല. അപ്പൊ അതിനൊരു ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് കട്ടപ്പ് അപ്പൊ മോട്ടറിന്റെ ലൈഫ് ഇത് കൂട്ടും. പിന്നെ ചില ഏരിയയിൽ വെള്ളം വലിഞ്ഞു, കിണറിന്റെ അടിയിൽ നിന്ന് വെള്ളം വലിഞ്ഞു, അല്ലെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം വറ്റിപ്പോകും. അന്നേരമാണ് ഈ ഡ്രൈ റൺ വരിക. പക്ഷെ അങ്ങനത്തെ കേസിൽ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഇത് 3 മണിക്കൂർ ഓഫായി നിൽക്കും. ഓട്ടോമാറ്റിക്കലി വീണ്ടും റീസ്റ്റാർട്ട് ആവും. കിണറിൽ വെള്ളം നിറഞ്ഞതിന് ശേഷം രണ്ടാമത് റീസ്റ്റാർട്ട് ആവും. അതെ, കിണറിൽ വെള്ളം ആയി കഴിഞ്ഞാൽ മാത്രമേ മുകളിലോട്ട് അടിക്കുള്ളൂ. ആ ഒരു സംവിധാനം കൂടി ഇതിലുണ്ട്. അപ്പൊ ഇതൊരു ഇലക്ട്രോണിക് സാധനമായ സ്ഥിതിക്ക് 1-2 മാസം കഴിഞ്ഞിട്ട് ഇത് കംപ്ലൈന്റ് ആയി വെക്കാം. അപ്പൊ ആ സ്ഥിതിക്ക് ഇത് വെച്ച വീട്ടുകാർക്ക് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതെ, അതായത് നമ്മൾ ഒരു 100 പീസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു 5% അല്ലെങ്കിൽ ഒരു 5 പീസ് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് വരാൻ സാധ്യത ഉണ്ട്. അങ്ങനത്തെ കേസിൽ ഇതിപ്പോ ഓട്ടോമാറ്റിക്കലാണ് ഉണ്ടാവുക. ഫിറ്റിംഗ് സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഉണ്ടാവുക, ഈ ഒരു പൊസിഷനിൽ ഉണ്ടാവുക. ഇത് വീട്ടുകാർ ആ ട്രബിൾ വന്നിക്കണെന്ന് കണ്ടിട്ടാണെങ്കിൽ മാനുവലേക്ക് മാറ്റുക. താഴോട്ടിട്ട് ലാഭം എന്താ വെച്ചാല് സാധാരണ നമ്മൾ വരുന്ന വരെ നമ്മൾ സാധാരണ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ സർവീസ് കൊടുക്കും. കോയമ്പത്തൂർ മേഡ് സാധനം, ചൈന മേഡ് സാധനങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. അതൊക്കെ എങ്ങനെയെങ്കിലും 1 ഇയർ പിടിച്ചേക്കും. 1 ഇയർ കഴിയുമ്പോൾ തന്നെ സെൻസർ ദ്രവിച്ചു പോകും, സെൻസർ കംപ്ലൈന്റ് വരും. പിന്നെ നമ്മളെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ സെൻസർ കുറച്ചും കൂടി ഏത് വെള്ളത്തിലും വിസ്റ്റാൻഡ് ചെയ്യും. ഉദാഹരണത്തിന് ഉപ്പുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ കുറച്ച് ചളിയുള്ള അയണുള്ള വെള്ളത്തിൽ മറ്റുള്ള പ്രൊഡക്ട്സിന്റെ സെൻസർ ദ്രവിച്ചു പോകും. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ സെൻസർ എന്താ വെച്ചാൽ ലോ വോൾട്ടേജ് AC പൾസേറ്റിംഗ് സെൻസിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം അവിടെ ഉണ്ടാവണില്ല. അപ്പോൾ നമ്മളെ സെൻസർ മറ്റുള്ള പ്രൊഡക്റ്റുകൾ അപേക്ഷിച്ചിട്ട് കൂടുതൽ കാലം ഏത് വെള്ളത്തിൽ ഏത് കണ്ടീഷനിൽ നിൽക്കും. 600+ കസ്റ്റമേഴ്സ് നിലവിൽ നമുക്കുണ്ട്. അതെ, ഞങ്ങൾ 4 വർഷമായിട്ട് 4 വർഷത്തെ റിസർച്ച് ആണ്. പല അപ്ഡേറ്റഡ് പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിപ്പോ അതിൽ വൺ ഓഫ് ദി എക്കോണമിക് പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് മോഡൽ പ്രൊഡക്റ്റുകൾ ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം ആർക്കൊക്കെ വെക്കാനാണ് ഏറ്റവും നല്ലത്, ഉപകാരപ്പെടുന്ന സംഭവം? ഫ്ലാറ്റ്, വില്ല, അപ്പാർട്ട്മെന്റ്, ഹോസ്റ്റൽ, ഹോസ്പിറ്റൽ, ആളെ എവിടെയൊക്കെ കൂടുന്നു അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് എത്ര റുപ്യ വരും ഇൻസ്റ്റാളേഷൻ അടക്കം? അതൊന്നും മൊത്തം പറയാൻ പറ്റും? കിണർന്ന് ഒരു സിംഗിൾ ഫേസ് മോട്ടോർ യൂസ് ചെയ്തിട്ട് ഒരു 1.5 HP മോട്ടോർ യൂസ് ചെയ്തിട്ട് വെള്ളം അടിക്കുന്ന വീടുകളാണെങ്കിൽ ഇത് മതി. 3300 രൂപയുള്ള സിസ്റ്റത്തിന് ഈ സംഭവത്തിന്. അതെ, ഇൻസ്റ്റാളേഷൻ പറയുകയാണെങ്കിൽ ഇത് മോട്ടറിന്റെ സ്വിച്ചിന്റെ അടുത്ത് വെക്കാം. പിന്നെ സ്വിച്ചിങ് ഇത് നോക്കും. പിന്നെ ടാങ്കിലേക്ക് ഒരു സെൻസർ ഇറക്കും. ഈ സെൻസർ ഈ സിസ്റ്റം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു
സെൻസർ വയർ നമ്മൾ എന്ത് ചെയ്യും അത് നമ്മൾ ചെയ്യും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രീഷ്യന്മാർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അതും കൂടി ഇൻസ്റ്റാളേഷൻ കോസ്റ്റിൽ ഇൻക്ലൂസീവ് ആവും. വീഡിയോ ഉണ്ട്, യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഉണ്ട് എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളത്. അത് നോക്കി പ്രോപ്പറായിട്ട് ചെയ്താൽ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ വില കുറഞ്ഞ സാധനം വെച്ച് കണ്ട് ഈ പണി തീർത്ത കുറെ സൈറ്റ് കണ്ടിട്ടുണ്ട്. അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് മാർക്കറ്റിൽ 3300 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. സാധനത്തിന് അതെ, ആ സ്റ്റാൻഡേർഡ് റേറ്റിൽ നല്ല സാധനങ്ങൾക്ക് ആ വില തന്നെ ഉണ്ട്. പിന്നെ ലോക്കല് സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. 1000 രൂപക്കോ 500 രൂപക്കൊക്കെ സാധനം ഉണ്ട്. അതായത് യൂട്യൂബിൽ എങ്ങനെ വാട്ടർ ലെവൽ കൺട്രോളർ ഉണ്ടാക്കണം എന്ന് അടിച്ചു കഴിഞ്ഞാൽ 50 രൂപക്കും വാട്ടർ കൺട്രോളർ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്കൊരു വീടിന് വെക്കാൻ പറ്റില്ല. മോട്ടറിന്റെ കംപ്ലൈന്റ് ആണ്, പല പ്രശ്നങ്ങളും, തീപിടുത്തം വരെ പെർമനന്റ് സൊല്യൂഷൻ അല്ല, സെൻസർ കംപ്ലൈന്റ് ആവും. അപ്പൊ നമ്മൾ ഇത് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യണം. പിന്നെ ഈ ഒരു ബിസിനസ് ഈ ഒരു രീതിയിൽ കൊണ്ടു നടക്കണമെങ്കിൽ ആഫ്റ്റർ വാറന്റി സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുത്താലേ നടക്കുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സർക്യൂട്ട്സ് ആണ് നമ്മളെ കൈകൊണ്ട് സോൾഡർ ചെയ്ത് ഓരോ നട്ടും ക്രൂക്കും നോക്കി ചെയ്യുന്നതാണ്. അതെ, ഒരു ആവറേജ് ലൈഫ് സ്പാൻ നമ്മൾ കാണുന്ന ഒരു 4 to 5 വർഷത്തിന് ആവറേജ് ലൈഫ് സ്പാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ സെൻസറിന്റെ പ്രത്യേകത, പിന്നെ ഒരു വാട്ടർ ലെവൽ കൺട്രോളറിന് ഇപ്പൊ മാർക്കറ്റിൽ വില കുറഞ്ഞ സാധനത്തിന്റെ മെയിൻ പ്രശ്നം ജസ്റ്റ് ഓൺ ആവും ഓഫ് ആവും, അന്നേരം വോൾട്ടേജ് ഉണ്ടോ കിണറിൽ വെള്ളം ഉണ്ടോ നോക്കൂല. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഇത് വർക്ക് ചെയ്യുള്ളൂ. 4 വർഷത്തെ എക്സ്പെരിമെന്റ് ആണിത്. അതാണ് നിങ്ങൾ എത്ര ധൈര്യം കൊടുക്കണല്ലേ. നിങ്ങളെ അസംബ്ലി ചെയ്യുന്ന സാധനമാണ്, മാത്രമല്ല പാർട്സ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. അതെ, സെറ്റ് നോർമൽ വീടിന് ഇപ്പൊ ഈ സംഭവം മതി. നോർമൽ വീടിന് മതി. ഓക്കെ, ഇവിടെ വെച്ചപ്പോ ഏതാണ്? ഇവിടെ വെച്ചപ്പോ നമ്മൾ ഈ മോഡലാണ് എക്കോണമിക് മോഡൽ. കണ്ടൂടെ? ഓ, അത് മുകളിൽ കയറി കാണാം, ഇവിടെ കാണണം. ഈ സാധനമാണല്ലോ ഇവിടെ വർക്ക് ചെയ്ത് കൊടുക്കണത്. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഇത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണത്? ഇതിപ്പോ പമ്പിങ് നടന്നുകൊടുക്കുകയാണ്. ഇപ്പൊ വെള്ളം ഇല്ലായിട്ട് മോട്ടർ ഓൺ ആയി, ഏകദേശം ഹാഫ് ടാങ്ക് വെള്ളം നിറഞ്ഞു. മോട്ടർ ഓൺ ആയതിന്റെ ലൈറ്റ് ആണ് ഈ റെഡ്, മോട്ടറിന്റെ ചിഹ്നമാണ്. ഇതിപ്പോ പമ്പിങ്ങിന്റെ അനിമേഷൻ ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഇതിപ്പോ മുകളിലത്തെ ടാങ്ക് ആണ് കാണുന്നത്. അതിലിപ്പോ പകുതി വെള്ളം ഉണ്ട്. ഫുള്ള് വെള്ളമായി കഴിഞ്ഞാൽ 2 ഗ്രീൻ ലൈറ്റ് എത്തിയിട്ട് ഓഫ് ആവും. 2 ഗ്രീൻ ലൈറ്റ് കെട്ട് കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആവും ചെയ്യും. ഇത് മോട്ടറിന്റെ സ്വിച്ച് ആണ്. മോട്ടറിന്റെ സ്വിച്ചിന്റെ ഇതാണ് ഇപ്പൊ മോട്ടറിന്റെ സ്വിച്ച്. ഇത് മോട്ടറിന്റെ കപ്പാസിറ്റർ ബോക്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിപ്പോ സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് കപ്പാസിറ്റർ ബോക്സിലേക്കും കണക്ട് ചെയ്യാം, സ്വിച്ചിലേക്കും എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. മാനുവൽ സ്വിച്ച് ഇട്ടാൽ മതി. പിന്നെ സ്വാഭാവികമായിട്ട് വരുന്ന വേറൊരു പ്രശ്നമാണ്, മിന്നൽ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ ബ്രേക്കർ താവും. ബ്രേക്കർ താന്നിട്ടും വലിയ മിന്നലാണ് അടിക്കണമെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കിലേക്ക് വരും. അപ്പൊ മോട്ടർ കംപ്ലൈന്റ് ആവില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഇതിന് ഫ്യൂസ് കൊടുത്തിന് പുറത്തന്നെ കൊടുത്തത്, ഫ്യൂസ് പോകും. ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരാൻ പറ്റും, വേറെ ഫ്യൂസ് മാറ്റിയിടാനും പറ്റും. നമുക്ക് കാണിച്ചു തരാം. അടിയത്തെ സെറ്റപ്പ് സൂപ്പർ ആയിട്ടോ. ഞാൻ മുകളിലും കൂടെ പോയി കണ്ടെങ്കിലേ ഇങ്ങനെയാണ് ഫ്യൂസ് വരിക. ഈ ഫ്യൂസ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. സാധാരണ സിസ്റ്റത്തിലൊക്കെ ഇങ്ങനെ ഒരു ഫ്യൂസ് സിസ്റ്റം ഉണ്ടാവില്ല. കേട് വന്നാൽ അസംബിൾ ചെയ്യാം. നമ്മൾ അതെ അതെ, അത് ഊരിയിട്ട് ആൾക്കാർ നന്നാക്കാൻ വരണം. ഒരു പോവല്ലോ. ഈ വെച്ചതിന്റെ നേരെ ഇത് കൊടുക്കാൻ വെള്ളം ചാടുന്നത് ആ ടാങ്ക് പോവാ. ഓക്കെ, ഇത് 1004 ടാങ്ക് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇവിടെ എങ്ങനെ സെറ്റ് ചെയ്തു? ഇപ്പൊ ഒന്നിലേക്ക് ഒരു പൈപ്പ് കൂടെ ഒരു ടാങ്കിലേക്ക് വെള്ളം വരുന്നത്. ഇവിടെ അപ്പൊ അങ്ങ് കാണാം, നമ്മളെ സെൻസറാണ് ഇവിടെ തൂങ്ങിയെടുക്കണേ. ഒരു സെൻസർ ഇതാ വെള്ളം ചാടുന്നോട് ചാടിപ്പിക്കാൻ പറ്റൂ. ഒരു സെൻസർ ഉണ്ടോ വെള്ളം ചാടിനോടുത്ത് കൊടുത്ത് അത് വെള്ളം ഇവിടെ എത്തുണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള സെൻസറാണ്. 2 മിനിറ്റ് കൊണ്ട് വെള്ളം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ആൾ ഓഫ് ആവും. അതിനുള്ള സംവിധാനം ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ തരും. ഇതിപ്പോ ഫുള്ള് വെള്ളം ഉണ്ട്. പച്ച സെൻസർ, ഏറ്റവും മുകളിലത്തെ സെൻസർ, അതിലാണ് വെള്ളം തട്ടി ഓഫ് ആവുക. കറുപ്പുന്ന് വെള്ളം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മോട്ടർ ഓൺ ആവും. വെള്ളം താഴത്തുനിന്ന് മുകളിൽ എത്താനുള്ള സമയം കൊടുക്കണം. കേരളം ഒടിയാതെ വെള്ളം എത്തി. ഇതാ ഈ സെൻസർ എല്ലാം വെള്ളത്തിൽ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ ഓഫ് ആവും. ഓഫ് ആവുള്ള ഡിലേ ഉണ്ടാവും. അപ്പൊ ഓഫ് ആവും. ഓഫായി. ഇതിന്റെ ഇവിടെ നമ്മള് ഹാഫ് ടാങ്കിലാണ് സെറ്റ് ചെയ്ത്. അത് പകുതി വെള്ളം തീർന്ന അവിടെ ആവും. അങ്ങനെ സെറ്റ് ചെയ്ത് അതിന്റെ ഉപകാരം എന്താ വെച്ചാൽ സെറ്റിംഗ് നമ്മൾ ഓരോ ആൾക്കാർക്ക് അനുസരിച്ച് ഫുൾ ടാങ്ക് അങ്ങനെ കൈ കൊടുക്കാൻ ഫുള്ള് വെള്ളം തീർന്നിട്ട് ഓണാക്കാം. പക്ഷെ ഹാഫ് ടാങ്ക് സെറ്റ് ചെയ്തുള്ള ഗുണം എന്താ വെച്ചാല് എപ്പോ കറണ്ട് പോയാലും നമുക്ക് ഒരു പകുതി വെള്ളം അവിടെ റിസർവ് ഉണ്ടാവും. ഒരു വീടിന്റെ മുകളിൽ ഏകദേശം ഒരു 500-ന്റെ 1000-ന്റെ ഇതേപോലെ ടാങ്ക് ഉണ്ടാവുക. ഇതേ സെറ്റപ്പ് അവിടെ നമ്മൾ വെക്കുക. വീടിനെ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിലോ, ഫ്ലാറ്റ് ഒക്കെ കാണുമ്പോൾ സെൻസറിന്റെ എണ്ണം കൂടും. ഇതിന്റെ വലിയ സിസ്റ്റത്തിൽ വ്യത്യാസം ഉണ്ടാവും. പെട്ടിക്കൊക്കെ മാറ്റം വരും. എന്തായാലും ഈ പറഞ്ഞ സംഭവങ്ങൾ കയ്യിലും കിട്ടും. ഓട്ടോമാറ്റിക് ഓഫ് ആവും. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ കയ്യിൽ കിട്ടും. എക്യുപ്മെന്റ്സ് ചെറിയ മാറ്റം വരുന്നു, ബോർഡിനൊക്കെ മാറ്റം വരും. എന്തായാലും സംഭവം നേക്കാണ്. ഇനി നമുക്ക് എന്തായാലും ഒന്നും നോക്കണ്ട. ജനങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് നേരെ ഹൈലൈറ്റ് ആൻഡ് ലാൻഡ്മാർക്ക്. ഞങ്ങളിപ്പം കോഴിക്കോട് ലാൻഡ്മാർക്കിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ലാൻഡ്മാർക്കിൽ നമ്മളെ ചങ്ക് റാഷിദ് ഭായ് ചെയ്ത സെറ്റപ്പ് ഒരു കള്ളത്തരം ഇല്ലാതെ പറഞ്ഞുതരാൻ വേണ്ടി പോണ് പോലെ. പിന്നെ ജനങ്ങൾക്ക് എന്താ പറയുക, കൂടുതൽ കണകുണ വർത്താനല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയണത് അതിന്റെ പക്ക സെറ്റപ്പ് പറഞ്ഞു കൊടുക്കുക. ഇതെന്താണ് സംഭവം? 3 ടവറിലേക്കുള്ള പമ്പ് ഹൗസ്. ഒറ്റ മിനിറ്റ്.
ഈ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ മുമ്പ് കൂടെ പോവാ കേക്ക് എന്നല്ല നമ്മൾ ഇതുവരെ ഉള്ളിൽ കയറാനുള്ള അവസരം കിട്ടിയില്ല. ആ സ്ഥിതിക്ക് അവന്മാരൊന്ന് പറഞ്ഞു തരുമോ? ഇതെന്ന് വെച്ചാൽ ഒരു സമുച്ചയാണ്. ഓക്കെ, 6 ടവർ വരുന്ന ഒരു സമുച്ചയാണ്. 6 ടവർ മൊത്തം വരുന്നത്, 6 ബിൽഡിങ്ങുകൾ. ഓരോ ടവറും ഏകദേശം 15 നില ടു 20-28 നില വരെ ഉണ്ട്. ഓക്കെ, ഇത് എങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ടവറിലേക്കുള്ള പമ്പ് ഹൗസ് എവിടെയാണ്? അപ്പൊ ഈ 6ത്തിലേക്കുള്ള 3 പമ്പ് ഹൗസ് ആണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 3 വേറെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ മൊത്തം കാര്യം എന്ന് പറഞ്ഞതാണ്. ഇതെന്താ സംഭവം? ഇത് സംബന്ധിച്ച മോട്ടറിന്റെ സ്വിച്ച് ആണ്. ഇതിപ്പോ ഏകദേശം 5 to 15 HP വരെ വരുന്ന മോട്ടറിനെ സ്വിച്ച് ചെയ്യിപ്പിക്കാനുള്ള ഡിവൈസ് ആണ്, സ്റ്റാർട്ടർ സ്വിച്ച് ആണ്. അപ്പൊ ഇത് ഒരു ഇലക്ട്രോണിക് സ്വിച്ച് ആണ്. അപ്പൊ ഇലക്ട്രോണിക് സ്വിച്ചിലേക്ക് നമ്മളെ നോർമൽ സിസ്റ്റം, ഞാൻ മുമ്പ് കാണിച്ചു തന്ന സിസ്റ്റങ്ങളൊന്നും സൂട്ട് ആവില്ല. അപ്പൊ ഇതിലേക്ക് കസ്റ്റം ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ ഇതിലുള്ള സർക്യൂട്ടും കാര്യങ്ങളും ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തത്. ഓക്കെ, ഇതൊരു ഫ്ലാറ്റ് ആയ സ്ഥിതിക്ക് നിങ്ങൾ ഇതിനെ കുറിച്ച് കണ്ടമാനം പഠിച്ചിട്ടുണ്ടാവൂലേ? കാരണം എന്താ, ഫ്ലാറ്റ് ഒരു വീട് അല്ലെങ്കിൽ ഒരു വില്ല ചെയ്യണ മാതിരിയല്ല ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ. ഫ്ലാറ്റ് പറഞ്ഞാൽ ഒരുപാട് നിലകളാണ്. അപ്പൊ ഇതിന്റെ ടാങ്ക് സെറ്റപ്പ് എങ്ങനെയാണ്? ടാങ്ക് വെച്ചാൽ 3 ടാങ്ക് ഉണ്ടാവും മുകളിൽ. ഒരു ടവറിന്റെ മുകളിൽ 3 ടാങ്ക്. ഓക്കെ, അതിൽ 2 ടാങ്ക് ഇന്റർ കണക്റ്റഡ് ആണ്. ഫ്ലഷ് ഡൊമസ്റ്റിക്, ഫയർ ഡൊമസ്റ്റിക് എന്ന് പറയും. മറ്റേത് ഫ്ലഷ് ടാങ്ക്. അപ്പം ഇതിലേക്ക് ഓരോ ടാങ്കിലേക്കും ഈ 2 മോട്ടർ വെച്ചിട്ടുണ്ടാവും. ഒന്ന് റണ്ണിങ് മോട്ടർ, ഒന്ന് സ്റ്റാൻഡ് ബൈ മോട്ടർ. അപ്പൊ ഒരു ടവറിലേക്ക് 4 മോട്ടർ ഉണ്ടാവും. അപ്പൊ 4 മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യുന്ന 4 സ്റ്റാർട്ടറിന് 4 സിസ്റ്റം വെച്ച് വെക്കും. അതിൽ ഒരു ഓട്ടോ ചേഞ്ച് ഓവർ വെച്ചെടുക്കും, അല്ലെങ്കിൽ മാനുവൽ ചേഞ്ച് ഓവർ വെച്ചെടുക്കും. അതായത് ഒരു മോട്ടർ ഒരു നേരം ഓടും, അടുത്ത ദിവസം അടുത്ത മോട്ടർ ഓടണം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആവുന്ന രീതിയിലോ അല്ലെങ്കിൽ മാനുവലി ചേഞ്ച് ആവുന്ന രീതിയിലോ. കേട്ടെ, ഈ 3 ടവറിന്റെ പമ്പോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ആ സ്ഥിതിക്ക് ഈ പമ്പോസ് നിൽക്കുന്നത് എവിടെയാണ്? ഫ്ലാറ്റിൽ അടിയിലാണ്. ടാങ്ക് നിൽക്കുന്നത് ഏറ്റവും മുകളിലാണ്. അപ്പൊ ഈ ലെങ്ത് കൂടുമ്പോൾ നമ്മൾ ഈ പരിപാടിന് എന്തെങ്കിലും കോട്ടം പറ്റുമോ? അതെ, അത് നല്ലൊരു ചോദ്യമാണ്. അതായത് ഇപ്പൊ ലെങ്ത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് സിഗ്നലിൽ ലോസ് വരും. ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ 500 മീറ്റർ വരെ വയർ വലിച്ചിട്ടുണ്ട്, 1/2 കിലോമീറ്റർ വയർ വലിച്ചിട്ടുണ്ട്. കേട്ടെ, 500 കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിലോ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റം ചെയ്യും. പമ്പ് ഹൗസിന്റെ മുമ്പിൽ നിൽക്കുന്ന സ്ഥിതിക്ക് ഓരോ കള്ളി നിക്കി എന്നുള്ള ഒച്ച അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താ സംഭവം? ഓട്ടോമാറ്റിക് ആയിട്ട് മോട്ടർ ഓൺ ആവുന്നതാണ്. അതായത് മുകളിലത്തെ ടാങ്കില് പകുതി ടാങ്കിൽ വെള്ളം തീരുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ഓൺ ആവും. ആണ് ഒച്ച അങ്ങനെ വന്നുകൊണ്ടിരിക്കണല്ലേ? അപ്പൊ ഇതിന്റെ റൂട്ട് എങ്ങനെയാണ്? റൂട്ട് കനാല് ഒന്നുമില്ല, മോട്ടർ ഓൺ ആയതിന്റെ ഇൻഡിക്കേഷൻ ആണ്. പല പല ലൈറ്റ് ആണല്ലോ. ഇപ്പൊ ഈ ലാൻഡ്മാർക്കിൽ ഈ വെച്ചിട്ടുള്ള സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിന്റെ ആണ്. അപ്പൊ നേരെ മറിച്ച് നമ്മൾ വേറെ ഫ്ലാറ്റിൽ പോകണമെങ്കിൽ വേറെ സ്റ്റാർട്ടർ ആയിരിക്കും. ഈ സ്റ്റാർട്ടറുകൾ നിങ്ങൾ വർക്കിനെ ബാധിക്കണ്ട? ബാധിക്കും. പല കമ്പനിയുടെ സ്റ്റാർട്ടറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല സ്ഥലത്തും പല കമ്പനിയുടെ വെക്കും, പല HP മോട്ടറുകൾ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഉണ്ടല്ല, ഈ സ്റ്റാർട്ടർ വെച്ചതിന് ശേഷമാണോ നിങ്ങൾ ഈ വർക്ക് ചെയ്തത്, അതോ സ്റ്റാർട്ടർ നിങ്ങൾ വെച്ചാണോ? നിലവിൽ ഇവിടെ സ്റ്റാർട്ടർ ഉണ്ട്, ഉണ്ടായിരുന്നു. ഏത് കമ്പനിയുടെ സ്റ്റാർട്ടറാണ്, ഏത് മോഡലാണുള്ളത് അതിലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും, കസ്റ്റം ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി സ്റ്റാർട്ടർ അടക്കം നമ്മൾ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും. അത് രണ്ടും ചെയ്യും. എല്ലാത്തിനും സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ കോമ്പൗണ്ടിൽ ലാൻഡ്മാർക്കിന്റെ 6 ടവറിലെ ഒരു ടവറിന്റെ ഏറ്റവും ടോപ്പില് ടാങ്കിന്റെ മുകളിലാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കുകയാണെങ്കിൽ പക്ക വിഷലാണ്. ഒരുപാട് ബിൽഡിംഗ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം, ഈ കോമ്പൗണ്ടിൽ 6 ടവർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും ടോപ്പ് ഹൈലി ടവർ ആ കാണുന്നത്. അതിന്റെ മുകളിൽ ഹെലിപ്പാഡ് ഇറങ്ങും. പിന്നെ 500 മീറ്ററിന്റെ വയറ് പറഞ്ഞത്. ഇപ്പൊ ടാങ്ക് ടോപ്പില്. ഓക്കെ, അപ്പൊ ലെങ്ത് വയർ 500 മീറ്ററിന്റെ കാര്യം പറഞ്ഞില്ല. ഇതേപോലത്തെ ടവറിനൊക്കെ ലെങ്ത് കൂടും. അതാണ് 500 മീറ്റർ വന്നത്. അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ കാരണം ആ ഭാഗത്തൊക്കെ ഒരുപാട് ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട്, കുറെ വർക്ക് തീർന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? അത് അവിടുത്തെ TC1, അതേപോലെ തന്നെ ഹൈലൈറ്റിന്റെ ബിൽഡിംഗ്, അവിടുത്തെ ഒട്ടുമിക്ക ടവറുകൾ ഞങ്ങൾ ചെയ്താണ്. ഇനിയിപ്പോ പുതിയ കുറച്ച് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, ഇൻഷാല്ലാ നമുക്ക് കിട്ടേണ്ടതാണ്. നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ നമ്മളെ നാട്ടിൽ അപേക്ഷിച്ചിട്ട് ചെറിയൊരു വീട് അല്ലെങ്കിൽ 2 നില വീട് അത്രേ ഉള്ളൂ. അത് പ്ലംബിംഗ് ആയിക്കോട്ടെ, വയറിംഗ് ആയിക്കോട്ടെ, എന്ത് വർക്കാണെങ്കിലും. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വലിയൊരു ഫ്ലാറ്റിന്റെ ഒരു വർക്ക് ചെയ്യാണ്. ആ വർക്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റ് നമ്മളെ വിളിച്ചുകൊണ്ട് കൊടുക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്ന കാര്യമാണിത്. പക്ഷേ ഈ ലാൻഡ്മാർക്കിന്റെ ഈ കോമ്പൗണ്ടിലെ 6 ടവറും 1.5-2 കൊല്ലമായിട്ട് ഇവര് വെച്ച ഈ സംഭവം സിമ്പിൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾ കാണണല്ലോ നിങ്ങളെ സ്കില്ലിനെ. അപ്പം ഈ കേരളത്തിൽ മാത്രമാണോ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ, അതോ ഔട്ട് ഓഫ് കൺട്രി? ഔട്ട് ഓഫ് സ്റ്റേറ്റ് ചെയ്യാൻ ഞങ്ങളിപ്പോ റെഡിയാണ്. നമ്മളെ ടീമും എല്ലാവരും റെഡിയാണ്. എക്യുപ്മെന്റ്സ് റെഡിയാണ്. അപ്പൊ എന്താ പറയുക, ഈ വീഡിയോ ഇപ്പൊ ഗൾഫിൽ നിന്ന് ആൾക്കാർ കാണും. ഗൾഫിൽ GCC കൺട്രിയിലെ പല ബിൽഡിങ്ങിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്കാണ്. അപ്പം ഒരു നല്ല സംഭവം തോന്നും. പ്രത്യേകിച്ച് നമ്മൾ ലാൻഡ്മാർക്കിന്റെ മുകളിൽ ഇപ്പൊ ചെയ്യണത്. അപ്പം അങ്ങനെ ഒരാൾ ഗൾഫിൽ നിന്ന് വിളിച്ചിരിക്കുകയാണെങ്കിൽ ഓല് എങ്ങനെ ഡീൽ ചെയ്യണം? പ്ലാൻ ഗൾഫാണ് നമ്മളെ മെയിൻ ഫോക്കസ്, അവിടെ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കിട്ടി, ഇറങ്ങി നമുക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാല് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും പോയി ചെയ്യാൻ ഞങ്ങളുടെ ടീമും ഞങ്ങൾ റെഡിയാണ്. അതെങ്ങനെയാണ് ഫ്ലാറ്റ് എത്രയാണ് നോക്കിയിട്ട് അതിനുള്ള ആൾക്കാർക്ക് അനുസരിച്ചുള്ള ഇതൊക്കെ പറഞ്ഞു. അതെ, അവിടുത്തെ മോട്ടറിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും പറഞ്ഞു തന്നാൽ അതിനനുസരിച്ച് സാധനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടാവുന്നേ ഉള്ളൂ. എല്ലാ കാര്യത്തിലുണ്ടല്ലോ ആളൊരു ലെജൻഡ് ആട്ടോ. പിന്നെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുകാണ്ട് മൂപ്പരന്നെ ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചോർത്തിയെടുക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആർക്കും മൂപ്പരെ ബന്ധപ്പെടാം. സെറ്റാണ് ചങ്ങായിമാരെ. ഈ ഇരിക്കുന്നത് ലാൻഡ്മാർക്ക് വേൾഡിന്റെ മാനേജറും
സൈഡിൽ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ ഇവർ ഈ വർക്ക് ഇവിടെ ചെയ്ത സ്ഥിതിക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് ചോദിക്കാൻ വേണ്ടി പോണേ. ഇപ്പൊ ഏകദേശം എത്ര കൊല്ലമായിട്ട് ഇവരെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ട്? ഏകദേശം 2 വർഷമായി. ഓക്കെ, ഇവരെ പ്രൊഡക്റ്റ് അതേപോലെ ഇവർ സർവീസ് എങ്ങനെയുണ്ട്? സർവീസ് കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. പിന്നെ ഇതൊരു മെയിൻ്റെനൻസും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാറ്റഗറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ഇവരെ സ്കില്ല് ലോകം അറിയാൻ വേണ്ടി പോകണേ. അപ്പൊ കുറെ ആൾക്കാർ വിളിക്കും. അപ്പൊ ഈ ലാൻഡ്മാർക്കിന്റെ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് പുറത്തുള്ള ആൾക്കാരോട് ഇവരെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? 100% വർക്ക് ഇവർക്ക് കൊടുക്കാം. ഫ്ലാറ്റ് ആയിക്കോട്ടെ, ടവർ ആയിക്കോട്ടെ, ടവർ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഇവിടെ 500 ചില ഫാമിലി ഉണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം ഇത്ര 6 ടവറും ഉണ്ട്. ഈ 6 ടവറിലേക്കും ഫുൾ ഓട്ടോമേഷൻ തന്നെയാണ് മോട്ടോർ കംപ്ലീറ്റ്. ഇതുവരെയായിട്ട് ഒരു മെയിൻ്റനൻസോ കംപ്ലൈന്റോ വന്നിട്ടില്ല. പിന്നെ ഇത് നോക്കാൻ വേണ്ടി ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു, കേറ്റേക്കര. അപ്പം അവന് പിന്നെ അതിന്റെ ആവശ്യം വന്നിട്ടില്ല, അവനെ വേറെ ഫീൽഡിലേക്ക് മാറ്റി. അപ്പൊ ഇവരുടെ വർക്കും പ്രൊഡക്റ്റും സർവീസൊക്കെ ഫുള്ള് പക്ക സെറ്റല്ലേ? പക്ക സെറ്റാ. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടാണെങ്കിൽ അൽഹിന്ദിന്റെ വണ്ടി നിർത്തിയിടുന്ന അണ്ടർഗ്രൗണ്ടിലാണ്. ഇവിടെ നമ്മളെ വാട്ടർ കൺട്രോളിന്റെ സെറ്റപ്പ് പമ്പ് ഹൗസ് എങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളതാണ് കാണിച്ചാൽ വേണ്ടി പോണത്. കാരണം ഉള്ളു കറികണി ഓരോ സൈറ്റിൽ ഓരോ സെറ്റപ്പ് ആണ്. ഇതിന്റെ എന്താണ്? മോട്ടേഴ്സ്. ഓക്കെ, ഇവിടെയാണ് സിസ്റ്റം സെറ്റ് ചെയ്ത് കണ്ടിട്ടോ. വലിയത് 3 ചിന്നത് 2. ഇതൊക്കെ എന്താ സംഭവം? ചേഞ്ച് ഓവർ ആണ്, ഓട്ടോ ചേഞ്ചർ, ടൈമർ ചേഞ്ച് ഓവർ ആണ്. ഇപ്പൊ അത് ഒന്നേ വർക്ക് ചെയ്യുന്നുള്ളൂ. 2 മോട്ടറാണ് ഒരു ടാങ്കിലേക്ക് വരുന്നത്. ഓക്കെ, ഇത് കുറച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ തോടി കഴിഞ്ഞാൽ 1 മണിക്കൂർ അടുത്ത 1 മണിക്കൂർ തോടും. ഓട്ടോമാറ്റിക് മാറും. കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഇവിടെ എത്ര കൊല്ലായി? ഇവിടെ ഏകദേശം 6-7 മാസമായി. സക്സസ് ആണ്. നമ്മൾ അടുത്ത സൈറ്റോടാണ്? അടുത്ത സൈറ്റ് ഹൈലൈറ്റ്. ഇപ്പൊ ഞങ്ങൾ ഹൈലൈറ്റിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓവർ ഒച്ചമണി നായട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് സെക്യൂരിറ്റി പ്രശ്നമാണ്. മൊത്തത്തിലൂടെ വർക്ക് നടന്നുകൊടുക്കുകയാണ്. കാരണം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു തന്നെ. ഇവിടെ എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു, ചെലവ് കുറച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഓട്ടോ ചേഞ്ച് ഓവർ ഒന്നും വെച്ചിട്ടില്ല. സാധാരണ ഒരു മാനുവൽ ചേഞ്ച് ഓവർ വെച്ചു. ഒരു ഓട്ടോമാറ്റിക് 2 മോട്ടറിന്റെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതൊരു LNTന്റെ സ്റ്റാർട്ടർ ബോക്സ് ആണ്. ഇത് രണ്ടും സാധാരണ 2 മോട്ടറാണ് വരുന്നത്. അപ്പോൾ ഈ ചേഞ്ച് ഓവർ താഴോട്ടാക്കി കഴിഞ്ഞാൽ താഴത്തെ മോട്ടർ വർക്ക് ചെയ്യും, മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ മുകളിലത്തെ മോട്ടർ വർക്ക് ചെയ്യും. ഇപ്പൊ ഇത് ടാങ്കിന്റെ ലെവലാണ്. ഏകദേശം 3/4 വെള്ളമുണ്ട്, 75% വെള്ളമുണ്ട് 2 ടാങ്കിലും. ഇവിടെ ഇപ്പൊ വെച്ചിട്ട് ഏകദേശം 1 കൊല്ലമായി. പക്ഷെ ഇത് വർക്കിംഗ് ആയിട്ട് കൺസ്ട്രക്ഷൻ പീരീഡിൽ നമ്മൾ വെച്ചതാണ്. വർക്കിംഗ് ഏകദേശം 6 മാസമായിട്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട്ടങ്ങാടിയിൽ രുചികരമായ ഭക്ഷണം കിട്ടുന്ന ഒരേ ഒരു ഹോട്ടല് സാഗർക്കാണ്. അടുത്ത് 50 വർഷമായിട്ട് ഇവിടെ ഈ ഹോട്ടലുണ്ട്. അപ്പൊ ഇവിടെ ഇതുവരെ വാട്ടർ ലെവൽ കൺട്രോൾ സിസ്റ്റോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പൊ അതിനുള്ള ഭാഗ്യം നമുക്കാണ് കിട്ടിയത്. ഇവിടെ ഉള്ള ഒരു പ്രത്യേക ഇത് സാധാരണ നമ്മൾ നേരത്തെ കാണിച്ച കൺട്രോളർ തന്നെ ഒരു ലെവൽ ഇൻഡിക്കേഷൻ സിസ്റ്റം ഒരു എക്സ്ട്രാ വെച്ചാണ്. അപ്പൊ ഇതിൽ ഓരോ ലെവലിൽ 7 ലെവൽ അറിയാൻ പറ്റും. 10, 20, 30, 40, 60, 80, 100. അതിൽ ഏകദേശം ഒരു 40% വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഉള്ളിൽ അലാറം അടിക്കും. ഒരു ഹൂട്ടർ സംവിധാനം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പമ്പോസിന്റെ ഫ്രണ്ടിൽ. ഇവിടെ നമ്മൾ ഇതിലുള്ള വാട്ടർ ലെവൽ കൺട്രോളിന്റെ സെറ്റപ്പാണ് കാണിച്ചാൻ വേണ്ടി പോണത്. ഈ കാണുന്ന റൂമിനുള്ളിൽ കേട്ടോ. ഫ്ലാറ്റ് അവിടെയാണ്, റൂം ഇവിടെയാണ് കേട്ടോ. ഫുള്ള് സെറ്റപ്പ് പരിപാടിയാണ്. ഓരോ ഫ്ലാറ്റില് ഓരോ ലെവലിലെ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. എങ്ങനെയാണ് ഇവിടെ ഇതാണ് മറ്റുള്ള ഫ്ലാറ്റുകൾ അപേക്ഷിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ? ഇവിടെ മൊത്തം പാനൽ ഇവിടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്, ബോഡിയിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഓരോ അപ്ഡേഷനിലും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പൊ ഏകദേശം 2 വർഷമായി. അപ്പോ ഇത് 2 വർഷം മുമ്പുള്ള ഒരു ബോഡിയാണ്. പിന്നെ പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്, നമ്മളെ വയർലെസ് സിസ്റ്റം പറഞ്ഞില്ല. ഇപ്പം ഇവിടെ ഫ്ലാറ്റ് ഫ്രണ്ടില് റോഡ്, നമ്മളെ ടാങ്ക് അവിടെ കാണുന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഉണ്ടല്ലോ കളെ. അത് നമ്മൾ പറയാൻ മറന്നിട്ടുണ്ടായി പറഞ്ഞതാണ് വയർലെസ്. അതായത് കോഴിക്കോട് അവിടെ ചെയ്ത സ്റ്റാർബക്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ പമ്പ് ഹൗസിൽ ചെയ്തിട്ടുണ്ട്. ജനനിധിന്റെ അത് എങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ആ ഒരു സംഭവം ചെയ്യുന്നത്? ചെറുപ്പ ഒരു പമ്പ് ഹൗസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 150 കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വെള്ളം. എങ്ങനെ പറഞ്ഞാണ്? അതായത് ഫ്ലാറ്റ് പമ്പ് ഹൗസ് സെപ്പറേറ്റ് ആയിട്ടാ? അതായത് പമ്പോസ് ഇവിടെ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വിട്ടിട്ടാണ് ടാങ്ക് വരുന്നത്. അപ്പൊ നമുക്ക് വയർ ഇടല് നടക്കൂല. റോഡൊക്കെ മുറിച്ച് ക്രോസ് ചെയ്യുന്ന വെള്ളമല്ല. അതെ അതെ, നമ്മൾ ഫോൺ വിളിച്ചിട്ട് മോട്ടോർ ഓൺ ആക്കുന്ന സംവിധാനം ഉണ്ട്. അപ്പൊ എല്ലാം കൂടി നമുക്ക് കാണിക്കാൻ പറ്റൂല. അപ്പോ അതില് സിം ഇട്ട് കഴിഞ്ഞാൽ ഫോൺ വിളിച്ച് നമ്പർ 1 വെക്കാൻ മോട്ടോർ ഓൺ ആവും, നമ്പർ 0 വെക്കാൻ മോട്ടോർ ഓഫ് ആവും. അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്താ പറയാ വയർ ഇടാനേ പറ്റൂല. പുതിയ വീടുകള്, നല്ല ലക്ഷറി വീടുകൾ ഉണ്ടാവല്ലോ, അവിടെ ഓൾറെഡി വയർ ഇട്ട് വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ അവർക്ക് ഓട്ടോമേഷൻ വേണാനും. അങ്ങനെ ഒരു സിനാരിയോയില് നമ്മൾ എന്ത് ചെയ്യും, വയർലെസ് സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും. അതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്, വളരെ ലിമിറ്റഡ് ആയിട്ട് ചെയ്യാണ്. എപ്പോഴും വയേർഡ് സിസ്റ്റം ആണ് നല്ലത്. വയർലെസ് വേണമെന്ന് വെച്ചാൽ നമ്മൾ അതും ചെയ്തു കൊടുക്കും. 50 മീറ്റർ ഇട്ടിട്ട് ഏകദേശം 1 കിലോമീറ്റർ വരെയുള്ള വയർലെസ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആക്റ്റീവ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് പേരാമ്പ്ര ഒരു കുട്ടികൾക്കൊക്കെ ഒരു പാർക്ക് ഉണ്ട്. അവിടെ നമ്മൾ 1 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന വയർലെസ് സിസ്റ്റം
ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട്. ഒക്കെ സക്സസ് ആണ്. അപ്പൊ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഇത് കാണുന്ന കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഫ്ലാറ്റ് ആണല്ലോ മൊത്തമായിട്ട് കാണിച്ചിട്ടുണ്ടത്, ചെറിയ വീടിന്റെ പണിക്കൊന്നും വിളിച്ചാൽ വരില്ല എന്നുള്ളത്. ശരിക്കും ഇവര് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണത് ചെറിയ വീടിന്റെ പണിക്ക് തന്നെയാണ്. എപ്പോഴും ഫ്ലാറ്റ് കിട്ടിക്കോണമെന്നില്ല. അപ്പൊ എല്ലാ അങ്ങനെ നമുക്ക് റെഗുലർ ബിസിനസ് വരുന്നത് സാധാരണ സിസ്റ്റത്തിൽ നിന്നാണ്. ചെറിയ നമ്മളെ ഈ എക്കോണമി മോഡൽ നേരത്തെ പറഞ്ഞ അല്ലാതെ നമുക്ക് ഇത് പ്രൊജക്ട് ആയിട്ട് വരുന്നതാണ്. ഫ്ലാറ്റിന്റെ വർക്ക് പ്രോജക്ട്സ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ ചെയ്യും. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ചെറിയ ബിസിനസ്സിലാണ്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ സൈറ്റിൽ എന്താക്കി ആ മുകളിൽ കയറിയിട്ട് സെൻസറിന്റെ ആ ചാടണവും നിർത്തണ കാണിച്ചില്ലേ. അപ്പൊ അതിന്റെ ബദലായിട്ട് പണ്ട് ഒരു ബോളിനും ഈ കക്കൂസിന്റെ ഫ്ലഷ് ടാങ്കിലൊക്കെ ഉപയോഗിക്കേണ്ട ഒരു ഫ്ലോട്ട് സ്വിച്ച്. അതിപ്പോ എന്താ കാരണം ഇപ്പോൾ ആൾക്കാർ വെക്കണ്ടല്ലോ. അത് എന്താന്ന് വെച്ചാല് ഫ്ലോട്ട് സ്വിച്ച് ശരിക്കും എന്താ പറയാ ഓട്ടോമേഷന് വെക്കേണ്ട ഡിവൈസ് അല്ല. അതായത് നമ്മളെ പോലത്തെ വാട്ടർ ലെവൽ കൺട്രോളറിന് സെൻസറിന് പകരം വെക്കേണ്ടതാ. ചിലരത് ഡയറക്റ്റ് കറണ്ട് കൊടുത്ത് വിടും. മോട്ടറിന്റെ സ്വിച്ചിന്റെ കണക്ഷൻ ആ ബോൾ ത്രൂ വെക്കും. അതായത് വെള്ളം തീരുമ്പോ അത് താവും. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു മുത്ത് ഉണ്ടാവും. അത് താഴോട്ട് പോകും, വെള്ളം പൊന്തുമ്പോ പൊന്തും. പക്ഷെ ഈ ഓരോ പ്രാവശ്യം മുത്ത് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ സ്പാർക്ക് ഉണ്ടാവും. എന്നിട്ട് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് ആ ഫ്ലോട്ട് സ്വിച്ച്. അത് സ്റ്റക്ക് ആവും. അപ്പൊ അതിൽ ഒരിക്കലും ഡയറക്റ്റ് AC കറണ്ട് കൊടുക്കരുത്. അത് ലീക്ക് ആയി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. സ്റ്റക്ക് ആയി കഴിഞ്ഞാല് പിന്നെ ഓട്ടോമേഷൻ വർക്ക് ചെയ്യില്ല. പിന്നെ കിണറിൽ വെള്ളം ഇല്ലാത്ത സംവിധാനോ അല്ലെങ്കിൽ തിരിച്ചറിയുള്ള സംവിധാനോ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് തിരിച്ചറിയുള്ള സംവിധാനം ഒന്നും അതിലില്ല. അതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഇതേപോലത്തെ വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇനി അങ്ങനത്തെ ബോളും കുന്ത്രാണ്ടൊക്കെ ആയിട്ട് ആരെങ്കിലും നിങ്ങളെ പെരേക്ക് വരികയാണെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. ഈ വീഡിയോ കാണുന്ന മലയാളികള് കേരളത്തിലെ പല ഏരിയ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ശരിക്കും നിങ്ങളെ ഈ ഒരു കമ്പനി ബേസ് ചെയ്യുന്നത് കോഴിക്കോട് ഏരിയയാണ്. കോഴിക്കോട് ഏരിയയിൽ ഊട്ട് വർക്ക് കിട്ടിയാൽ നിങ്ങൾ പക്ക അലർട്ടാണ്. ഏത് രാത്രിയും പോയി ചെയ്തെടുക്കുന്ന പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് എറണാകുളം കേരളത്തിലായ സ്ഥിതിക്ക് അവിടുന്ന് ഒരു വ്യക്തി വിളിച്ചു കഴിഞ്ഞാല് അത് നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? നമുക്കിപ്പോ എന്താ വെച്ചാൽ ഇതിന്റെ കൂടെ ബോക്സിന്റെ കൂടെ തന്നെ എങ്ങനെ ഇത് ഫിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്റ്റാളേഷൻ ഡയഗ്രാം അതിലുണ്ട്. സിമ്പിൾ പരിപാടിയാണ്. അതെ, യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. നമുക്ക് വീഡിയോ ഗൈഡൻസ് കൊടുക്കണേ അങ്ങനെ കൊടുക്കാം. വാട്സാപ്പിൽ ഫുൾ സെറ്റ് ലൈവ് ആയിട്ട് വീഡിയോ ബോക്സ് അയച്ചു കൊടുക്കും. അതെ, പിന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ടും തൃപ്തി ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് തീർക്കും. നമ്മൾ വന്ന് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ വീഡിയോ ഇതുവരെ കണ്ടു നിന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിൽ ഇതേപോലത്തെ സംഭവങ്ങൾ സെറ്റപ്പ് ആക്കാണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. ഇവരെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും ഡിസ്പ്ലേ നമ്മൾ കൊടുക്കുന്നുണ്ട്. സെറ്റല്ലേ? നേരം വെകണില്ല. വൈൻഡപ്പ് ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ നമുക്ക് ഫിറ്റിംഗ് വേറൊരു വീഡിയോ കാണിച്ചു കൊടുക്കല്ലേ? പിന്നത്തെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കല്ലേ? ഓക്കെ, വൈൻഡപ്പ് ചെയ്യല്ലേ?